ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല കരാർ 1960. സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച്. ഇപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നതെന്നാണ് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചാണ് ഒപ്പുവയ്ക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. ആരൊക്കെ തമ്മിൽ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത്. അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. ഇതിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്, വേൾഡ് ബാങ്കാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചത്. 6 നദികളുടെ ജലം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള കരാറാണിത്. 6 നദികളിലെ ജലം എങ്ങനെ ഉപയോഗിക്കണം, അതായത് എങ്ങനെ പങ്കിടണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എങ്ങനെ പങ്കിടണം എന്നതിനെക്കുറിച്ചുള്ള കരാറാണ് ഈ സിന്ധു നദീജല കരാർ. അതായത് 6 നദികളെന്ന് ഉദ്ദേശിക്കുന്നത് സിന്ധു, ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. ഏതൊക്കെയാണ്? സിന്ധു, ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. ഇതിൽ കിഴക്കൻ നദികളായ രവി, ബിയ, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും സിന്ധു, ചലം, ചിനാബ് എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും നൽകി. എങ്കിലും പാകിസ്ഥാന് ഈ സിന്ധു, ചലം, ചിനാബ് എന്നീ നദികളുടെ നിയന്ത്രണം നൽകിയെങ്കിലും ഇന്ത്യയ്ക്ക് ഒരു പരിമിതമായ അളവിൽ അതിലെ ജലം കൃഷിക്കും ഉൽപ്പാദനത്തിനും ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത് 1960 കറാച്ചിയിൽ വെച്ചാണ്. സിന്ധു നദീതടത്തിലെ 6 നദികളുടെ ജലം എങ്ങനെ പങ്കിടണം എന്നതിനെക്കുറിച്ചുള്ള ട്രീറ്റിയാണിത്. 6 നദികളെന്ന് ഉദ്ദേശിക്കുന്നത് സിന്ധു, ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. കിഴക്കൻ നദികളായ രവി, ബിയ, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറ് നദികളായ സിന്ധു, ചലം, ചിനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനും നൽകി. 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഈ സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു. പഹൽഗാം അറ്റാക്ക് 2025 ഏപ്രിൽ 22 എന്നാണ്. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം. ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്താണ് ഈ ഭീകരാക്രമണം നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് ഈ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. 5 ഭീകരർ M4 കാർബൈനുകളും AK-47കളുമാണ് ഈ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്തൊക്കെയാണ്? M4 കാർബൈനുകളും AK-47കളുമാണ് ഈ ഭീകരാക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം ബൈസാരൻ താഴ്വരയാണ്. ഈ ബൈസാരൻ താഴ്വരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന പൈൻ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇടതൂർന്ന പൈൻ വനങ്ങളാൽ ചുറ്റപ്പെട്ട ബൈസാരൻ താഴ്വരയിൽ വച്ചാണ് ഈ ആക്രമണം നടന്നത്. പഹൽഗാമിൽ ഒരു കൂട്ടം വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയത് ആർക്കെതിരെയാണ്? ഒരു കൂട്ടം വിനോദസഞ്ചാരികൾക്ക് നേരെയാണ്. അവരിലാണ് 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അവർ ഉപയോഗിച്ചത്, അതായത് ഈ ഭീകരവാദികൾ ഉപയോഗിച്ചത് M4 കാർബൈനുകളും AK-47കളുമാണ് ഈ ഭീകരാക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൈബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൈബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. മതം ചോദിച്ചതിന് ശേഷം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെടിവെച്ച് കൊന്നു. മുസ്ലിങ്ങൾ അല്ലാത്തവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ വിനോദസഞ്ചാരികളോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഈ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പ്രത്യാക്രമണം നടത്തി. 2025 മെയ് 6-7 രാത്രിയിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ
ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലും പാക് അധീന കാശ്മീരിലെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലും നടത്തിയ ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ.